ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നോക്കൂ ശ്രീ രാജഗോപാൽ, അതായത് നിലവിലിപ്പോൾ നമുക്ക് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ് ഈ പൂജാദ്രവ്യ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി. അതായത് അയ്യന്റെ മുതൽ കൈയിട്ട് വാരിയതാരോ അവരെ ആരെയും വെറുതെ വിടില്ല, കുറ്റക്കാരെ ശക്തമായി തന്നെ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളത് ഈ സർക്കാരിന്റെ, അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരുപോലെ വിമർശനം ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള നേതാക്കളാണ്, പ്രതിപക്ഷമാണ്. അവരാണിപ്പോൾ ഭരണതലത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സർക്കാരിന് ഒരു പ്രഖ്യാപിത നിലപാടായിട്ട് ഈ വിഷയം കാണാനും ഒരു വലിയ മാറ്റം ശബരിമലയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാനും സാധിക്കും. തീർച്ചയായിട്ടും പറ്റും. കാരണം പ്രത്യേകിച്ച് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു തികഞ്ഞ ഭക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പിതാവും കേരളത്തിന്റെ 4 തവണ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനും അങ്ങനെ തന്നെയാണ്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ലോകത്തിന്റെ ഇവിടെ ഏത് ഭാഗത്താണെങ്കിലും അന്ന് വെളുപ്പിനെ നട തുറക്കുന്ന സമയത്ത് ഉണ്ടാകുമായിരുന്നു കരുണാകരൻ. ഇന്ദിരാഗാന്ധി അതിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ അദ്ദേഹത്തെ ഗുരുവായൂരിൽ എത്തിച്ചിട്ടുണ്ടല്ലോ മലയാള മാസം 1-ാം തീയതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുരളീധരന്റെ കാര്യമായതുകൊണ്ട് നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാം. തികഞ്ഞ ഭക്തൻ തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ വലിയ കൊള്ളയെക്കുറിച്ചാണ് മുരളീധരൻ പരാമർശിക്കുന്നത്. ശബരിമലയിൽ നടന്ന 2 വർഷം കഴിഞ്ഞ 2 തവണയായിട്ട് ഭരിച്ച സർക്കാരിന്റെ കാലത്ത് അവിടെ ഉണ്ടായ വലിയ കൊള്ളയാണ്. ഭഗവാന്റെ എല്ലാ സ്വത്തുക്കളും കൊണ്ടുപോയി. ഇപ്പോഴിതാ പുതിയ ചില നീക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള അന്വേഷണം ഈ പറഞ്ഞതുപോലെ ഇനിയും പുതിയ SP അടക്കമുള്ള സംഘമാണോ അത് ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന SP-ക്ക് ഇനിയും വലിയ കാലാവധി ഇല്ലെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സർവീസ് പീരീഡ് കണ്ട് അവസാനിക്കാൻ പോകുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പുതിയ അന്വേഷണ സംഘമാണോ വരുന്നത്? ഇപ്പൊ ഈ ജൂൺ മാസം ആദ്യമാണ് ഈ കേസ് പരിഗണനയിൽ വരുന്നത്. അതിനുശേഷം പുതിയ SIT സംഘമാണോ അന്വേഷിക്കുന്നത്? SP ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വലിയ SP-യെ നീക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ വരെ, പടയൊരുക്കം വരെ നടക്കുന്നു എന്നുള്ള വിവരമാണ് അനന്തൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് UDF അനുകൂലമായിട്ടുള്ള സർവീസ് സംഘടനകളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാകുന്നു. നിലവിലെ സർക്കാരിൽ സ്വാധീനം ചെലുത്തി അത്തരത്തിലൊരു നീക്കം നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അത് കെ മുരളീധരനിലേക്കൊക്കെ അങ്ങനെ ഒരു സ്വാധീന ശക്തികൾ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോഴാണ് മന്ത്രി ഇങ്ങനെ ഒരു ഉറപ്പ് നൽകേണ്ടി വരുന്നത്. അല്ല, അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരെല്ലാം കോൺഗ്രസ് സംഘടനയിലാണ്. ഇപ്പൊ ഈ പറഞ്ഞ ആദ്യകാലത്തുങ്ങളിൽ സർവീസ് കയറുന്നത് ഇടതുപക്ഷ മുന്നണിയിൽ ഉടനാടുന്ന കാലത്തല്ലേ ഇടതുപക്ഷ സംഘടനയായിരുന്നു. ഇപ്പൊ അവരെല്ലാം പലരും കോൺഗ്രസ് സംഘടനയിലേക്ക് മാറി. ഈ ശബരിമല സ്വർണ്ണക്കൊട്ടയെ പ്രതിപട്ടിയിലുള്ളവർ പലരും കോൺഗ്രസ് സംഘടനയുടെ ഭാരവാഹികളുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകളും ഉണ്ട് ഇതിനകത്തില്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് രക്ഷപ്പെടണം. ഇപ്പൊ വിജിലൻസ് SP-യെ എന്ത് കാരണവശാലും അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. നമ്മൾ കണ്ടിടത്തോളം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നുള്ള വളരെ സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ പൂജാദ്രവ്യങ്ങളിലെ കൊള്ളയും പുറത്തു വന്നിരിക്കുന്നത്. സുനിൽ സ്വാമി എന്നൊരാള്, അദ്ദേഹം സന്നിധാനത്ത് പിന്നെ അവിടെ അദ്ദേഹത്തിന്റെ പ്രത്യേക മുറിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം തികഞ്ഞ ഭക്തനാണ്, വ്യവസായിയൊക്കെയാണ്. അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം ഈ ശബരിമലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇതൊക്കെ ഇവർ വാങ്ങിച്ച ശേഷം ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനകത്ത് വലിയ കൊള്ള നടത്തിയിരിക്കുന്നത്. അതിനകത്തിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. എല്ലാ വർഷങ്ങളായിട്ട് ശബരിമല തമ്പടിച്ച് ജോലി ചെയ്യുകയാണ്. ഏത് സീസൺ വന്നാലും ഇവരെല്ലാമാണ് ശബരിമലയിലെ ഡ്യൂട്ടിക്കാർ. അപ്പൊ ഈ സുനിൽ സ്വാമി വാങ്ങിച്ചു കൊടുക്കുന്ന പൂജാദ്രവ്യങ്ങൾ ചിലപ്പോൾ അത് 6 മാസത്തേക്ക് 1 വർഷത്തേക്കും ഒക്കെ ഉള്ളതായിരിക്കാം. അതിൽ നിന്ന് വീതിച്ചെടുത്ത ശേഷം അതിനകത്തിലെ കണക്ക് ബില്ലുകളും രജിസ്റ്ററുകളും ഉണ്ടാക്കിയിട്ട് പണം തട്ടുക. അതായിരുന്നു ഇവിടെ സ്ഥിരം പരിപാടി നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കേസിനകത്ത് കുടുങ്ങുമെന്നറിയാം. ഇവർക്കറിയാം ഇവരിനകത്തിലെ പല നേതാക്കന്മാരും കുടുങ്ങും. അതിനകത്ത് എല്ലാ കക്ഷിക്കാരും ഉണ്ട്. കോൺഗ്രസ് ഇടതുപക്ഷക്കാരും ഉണ്ട്, വലതുപക്ഷക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ആസൂത്രിതമായിട്ട് ഇപ്പൊ സംഘടിക്കുകയാണ്. വിജിലൻസ് SP-ക്കെതിരെ നീങ്ങുന്നതിന്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം തന്നെയല്ലേ സ്വർണ്ണക്കൊടി മരത്തിന്റെ കാര്യം അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അവരാ വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നതാണ്. പക്ഷെ കേരള സ്റ്റേറ്റ് വിജിലൻസിനെ കൊണ്ട് അന്വേഷിച്ചപ്പോഴാണ് അതിനകത്തൊന്നും സത്യാവസ്ഥയില്ല. അപ്പൊ അവസാനം എന്താ കണ്ടെത്തിയത്? ഈ സ്വർണം കൊടുത്തവരുടെ പേര് പിന്നെ എണ്ണം പോലും കൃത്യമായിട്ട് കിട്ടുന്നില്ല. 27 പേര് കൊടുത്തെന്ന് പറഞ്ഞ് 27 പേരെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ് SP എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് രക്ഷപ്പെടണം. ഇതിനകത്തിൽ 1-2 ആളുകളല്ല, വലിയൊരു സംഘമുണ്ട് ഇതിനകത്തില്. അത് വർഷങ്ങളായിട്ട് നടക്കുകയാണ്. ഇവരെല്ലാം എപ്പോ നോക്കിയാലും സ്ഥിരം ജീവനക്കാരായിട്ട് ശബരിമലയിലുണ്ട്. അത് തുടർന്നു പോരുന്നു. അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ വർഷങ്ങളായി അവിടെയുള്ള ആളുകളൊക്കെ ഒരേ ആളുകൾ തന്നെയാണ്. അവിടങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്.